ഹായ് ഹലോ, എല്ലാവർക്കും ദി കളേഴ്സ് ഓഫ് കോൺസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം. അപ്പോൾ ദേവിയെ കണ്ട് തന്നെ വീഡിയോ തുടങ്ങാം. ചക്കമുറി ശ്രീ ഭദ്രകാളി വിഷ്ണുമായ ഗുരുമുത്തപ്പൻ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവമാണെന്ന്. ഇന്നെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഉത്സവം കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായി. എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പനി പിടിച്ചിട്ട് ആകെ ഒരു ഇച്ചിരി പ്രശ്നമായിട്ടിരിക്കുകയായിരുന്നു, സൗണ്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യാനും വോയിസ് ഓവർ കൊടുക്കാനും ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ വീഡിയോ ഇടുന്നത് ഇപ്പോൾ കുറച്ച് താമസിച്ചിട്ടാണ്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടത് എന്താണ് എനിക്കിവിടെ കാര്യമെന്ന്. ഇത് എൻ്റെ തറവാട്ടമ്പലമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്ന് കയറുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ്. എന്താ കണ്ടില്ലേ, ഭജനയൊക്കെ ഉണ്ടായിരുന്നു. ആകെ ഒരു ഭക്തിസാന്ദ്രമയമായിരുന്നു. ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ചടങ്ങിൻ്റെയൊക്കെ. അപ്പോൾ ക്ഷേത്രത്തിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ക്ഷിപ്രപ്രസാദിനിയും ശത്രുസംഹാരിണിയുമായ ചക്കമുറി ശ്രീ ഭദ്രകാളി ശ്രീ വിഷ്ണുമായ ഗുരുമുത്തപ്പൻ ക്ഷേത്രം ഇത് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ എറണാകുളം ജില്ലയിൽ ചെറിയതും എന്നാൽ അതിസുന്ദരവുമായ ഒരു കൊച്ചു ഗ്രാമമായ ചെറായിയിലാണ്. ചെറായി എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ? ചെറായി ബീച്ചൊക്കെ ഭയങ്കര ഫേമസ് ആണ്. അതാ ഇത് കണ്ടില്ലേ, നിച്ചു ഇവിടെയൊക്കെ ഇങ്ങനെ ചുറ്റി നടന്ന് തൊഴുതുകൊണ്ടിരിക്കുകയാണ്. തമ്പായിനെ തൊഴുകണമെന്നും പറഞ്ഞ് ഇങ്ങനെ ചുറ്റി നടന്ന് തൊഴുതുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പൂമാലയും മറ്റേ വലിയ മാല ബന്ദിമാലയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ചുറ്റും വിളക്കും ഭഗവാനെ എല്ലാവരും പൂജയുടെ സംഭവങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പം അമ്പലത്തിൽ പോകുന്നുണ്ടെങ്കിലും പക്ഷേ ഇതേപോലെ ഇങ്ങനെ പൂജ അങ്ങനെ ഒന്നും കണ്ടിട്ടില്ലല്ലോ, അടുത്തങ്ങനെ കാണാൻ കിട്ടണില്ലല്ലോ. അപ്പോൾ ആൾക്കാരും ബഹളവും എല്ലാവരും കൂടി കണ്ടപ്പോൾ അവൻ ആകെ എക്സൈറ്റ് ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് ഇങ്ങനെ അമ്പലം ചുറ്റി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ സംസാരം ഇത്തിരി ഫോർമലായി പോകുന്നുണ്ടോ ഒന്ന് ക്ഷമിച്ചേക്കണേ. അപ്പോൾ ഇവിടെ രാവിലെ 5:30 ചടങ്ങുകളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. 5:30 നട തുറന്നു, നിർമ്മാല്യ ദർശനം ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ 5:30 വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതിനുള്ള കാരണം എല്ലാവർക്കും അറിയാമല്ലോ, കുട്ടിപ്പട്ടാളത്തിനെ മേക്കാനുള്ള പാട് തന്നെയാണ്. അപ്പോൾ അതിന് മുന്നേ മറ്റേ വാക്സിനൊക്കെ കഴിഞ്ഞിട്ട് പനിയൊക്കെ പിടിച്ച് കിടക്കുമായിരുന്നു. അപ്പോൾ പനിയൊക്കെ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, എന്നാലും ചെറിയൊരു ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ എണീറ്റിട്ടുണ്ടായിരുന്നില്ല അവന്മാർ. അപ്പോൾ ഞങ്ങളതിക്കുമ്പോൾ കാലത്ത് തന്നെ എഴുന്നേറ്റ് പരിപാടിയൊക്കെ കഴിഞ്ഞു, റെഡിയായി കഴിഞ്ഞപ്പോൾ പിള്ളേരെ എണീപ്പിച്ച് കുളിപ്പിച്ചിട്ടൊക്കെയാണ് പോകുന്നത്. അപ്പോൾ ഇച്ചിരി വൈകി, നമ്മൾ എത്തിയപ്പോൾ 7 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ മഹാഗണപതി ഹോമം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതായത് കണ്ടില്ലേ, ഇത് തറവാടാണ്, എൻ്റെ തറവാടാണിത്. തറവാട് പണ്ട് ഉണ്ടായിരുന്ന വീട് പൊളിച്ച് ഇളയച്ചനൊക്കെ അവിടെ ഇളയച്ചനൊക്കെയാണ് താമസിക്കുന്നത്. ഇപ്പോൾ ഇളയച്ചന് ഇച്ചിരി രാഷ്ട്രീയവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇളയച്ചൻ പറഞ്ഞതിന് ചിലർ മിക്കവാറും അറിയും. CR സുനിൽ എന്നാണ് ഇളയച്ചൻ്റെ പേര്. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ വീടാണ് ഇത്, അച്ഛൻ്റെ തറവാടാണിത്. അച്ഛൻ്റെ പേര് നേതാജി എന്നാണ് കേട്ടോ. എൻ്റെ അച്ഛൻ്റെ പേര് നേതാജി എന്നാണ്. എല്ലാവർക്കും ഭയങ്കര കൗതുകമാണ് അച്ഛൻ്റെ പേര് കേൾക്കുമ്പോൾ. അച്ഛൻ്റെ പേര് നേതാജി എന്നാണ്. പിന്നെ വലിയച്ഛൻ്റെ പേര് നെഹ്റുജി എന്നാണ്. ഇളയച്ചൻ്റെ പേര് സുനിൽകുമാർ എന്നാണ്. അപ്പോൾ ഇത് ഇപ്പോൾ ഇളയച്ചനെ അവിടെ താമസിച്ചുകൊണ്ടിരിക്കണം. ഇളയച്ചൻ ഭയങ്കര നല്ലൊരു കലാകാരനാണ്. ഇളയച്ചൻ നന്നായിട്ട് വരയ്ക്കും. കവിതയൊക്കെ എനിക്ക് പണ്ട് ചെറുതായിരുന്നപ്പോൾ ഇളയച്ചൻ എനിക്ക് കവിതയൊക്കെ ചൊല്ലിത്തരായിരുന്നു, കവിതയൊക്കെ പഠിപ്പിക്കുമായിരുന്നു. ഇളയച്ചന് ഭയങ്കര കലാവാസനയാണ്. എല്ലാത്തിലും എന്തെങ്കിലും കലാപരമായ കാര്യങ്ങൾ കൊണ്ടുവരാനായിട്ട് നോക്കുന്ന ഒരാളാണ് ഇളയച്ചൻ. അപ്പോൾ ഇളയച്ചൻ്റെ വീടാണിത്. ഇപ്പോൾ ഇളയച്ചനൊക്കെയാണ് താമസിച്ചിട്ടുണ്ടെങ്കിൽ ഇളയച്ചനും ചിറ്റയും മോള് നന്ദന അതെ കേട്ടോ, നല്ലൊരു കലാകാരിയാണ്, നന്നായിട്ടൊക്കെ വരയ്ക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാവരും കലാകാരന്മാരാണ്. ഞാൻ പൊക്കി പറയുന്നതല്ല കേട്ടോ. ഞാനും ചെറുതായിട്ടൊക്കെ വരയ്ക്കും, കാര്യങ്ങൾ അറിയാമല്ലോ എല്ലാവർക്കും. അപ്പോൾ നന്ദനയും അതുപോലെ തന്നെ നല്ല അമ്മു നാട്ടിൽ ഞങ്ങൾ വിളിക്കണം. അപ്പോൾ അമ്മുവും നല്ലൊരു കലാകാരിയാണ്. അപ്പോൾ ഇളയച്ചൻ നല്ല ഒരു ഇതാണ്. അപ്പോൾ ഇളയച്ചൻ വീട്ടിൽ നല്ല രസമാണ് വീട് കാണാൻ. ഇത് കണ്ടില്ലേ, നിറയെ ചെടികളാണ്, നിറയെ പച്ചപ്പാണ്. തറവാട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ നിറയെ പച്ചപ്പാണ്. കുറേ പ്രതിമകളും ഒരുപാട് ചെടികൾ, വെറൈറ്റി ചെടികളൊക്കെ ഉണ്ട്. പിന്നെ കുറേ പല സൈസ് മീനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പിള്ളേർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാനായിട്ട് ഒരുപാട് കാഴ്ചകളുണ്ട് ഇവിടെ. കണ്ടില്ലേ, ആ മരത്തിൻ്റെ തണലിൽ അവിടെ ഒരു ഗണപതിയുടെ ഇതിരിപ്പുണ്ട്. അതിന് തൊട്ടടുത്ത് തന്നെ ഒരു താമരക്കോളമുണ്ട്, അതിൽ താമരയൊക്കെ വിരിഞ്ഞിരിപ്പുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ നിച്ചു അവിടേക്ക് ഇങ്ങനെ ഓടി നടന്ന് കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കണം. അപ്പോൾ ആ നിച്ചു അവിടെ ഗണപതി ഭഗവാന്റെ പ്രതിമ അത് കണ്ടപ്പോൾ തമ്പായിയാണെന്ന് പറഞ്ഞ് അവിടെ തൊഴുതുകൊണ്ടിരിക്കുകയാണ്. എന്നെ വിളിച്ച് കാണിച്ചൊക്കെ തന്നെ ഉണ്ട് കേട്ടോ. അമ്മച്ചി ഇത് നോക്കി എന്നൊക്കെ പറഞ്ഞ് അവന് ഭയങ്കര അതിശയമായിരുന്നു കണ്ടു കഴിഞ്ഞപ്പോൾ. ഇങ്ങനെ
ചെടികളും പൂക്കളും ഇലകളും അവിടെ കുറേ ലവ് ബേർഡ്സൊക്കെ ഉണ്ട് കേട്ടോ. ഇതാ കണ്ടില്ലേ, ആ കൂട്ടിൽ ലവ് ബേർഡ്സൊക്കെ ഉണ്ട്. കുറേ പലതരം ചെടികളും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിരുന്നു. നല്ല ഭംഗിയാണ് കാണാൻ. ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് നമുക്കവിടെ വന്ന് കയറുമ്പോൾ തന്നെ. കണ്ടില്ലേ, ഇതാണ് താമരക്കുളം. ഇതിൽ കുറേ താമരകളൊക്കെ മിക്കപ്പോഴും വിരിഞ്ഞ് നിൽക്കുന്നുണ്ടാവും. ഇന്നിപ്പോൾ ഇതാ ഒരെണ്ണമുള്ളൂ കേട്ടോ. കുറേ പൂക്കളും ചെടികളും നല്ല ഒരു പ്രകൃതി രമണീയമായ സ്ഥലമാണ്. എങ്ങനെയാണ് വിവരിക്കേണ്ടതെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ എടുത്ത് വെച്ചേക്കണത്. അപ്പോൾ എല്ലാവർക്കും കാണിച്ചു തരാമല്ലോ എന്ന് എഴുതി വീഡിയോ എടുത്ത് വെച്ചേക്കുകയാണ് കേട്ടോ. അതാ കണ്ട കുടനിവർത്തലുണ്ടായിരുന്നു. അപ്പോൾ കുടനിവർത്തലിൻ്റെ വീഡിയോ ഞാനിപ്പോൾ ഇടാം കേട്ടോ. ഞാനിപ്പോൾ എല്ലാവർക്കും പരിസരമൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ആണ് ഇപ്പോൾ ഇത് ഇട്ടേക്കുന്നത്. അപ്പോൾ നിറയെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഉച്ചയ്ക്ക് അന്നദാനമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ നല്ല ചൂടായിരുന്നു കേട്ടോ. നല്ല ചൂടുള്ള സമയമായിരുന്നു അന്നേരം. അന്നൊക്കെ നല്ല ചൂടുള്ള സമയത്തായിരുന്നു. വേർത്ത് ആയിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. നിറയെ ആൾക്കാരൊക്കെ ഉണ്ട്. ഉച്ചയ്ക്ക് അന്നദാനമൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അന്നദാനത്തിനൊക്കെ. ഇതിപ്പോൾ മഹാഗണപതി ഹോമം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം മുത്തപ്പന് ഗോളക സമർപ്പണം ഉണ്ടായിരുന്നു. പിന്നെ ബ്രഹ്മകലശ പൂജ, വിഷ്ണുമായ സ്വാമിക്ക് ബ്രഹ്മകലശ പൂജ ഉണ്ടായിരുന്നു. കലശ പ്രദക്ഷിണം, ബ്രഹ്മകലശാഭിഷേകം, ഉച്ചപൂജ, അതിനുശേഷം അന്നദാനമായിരുന്നു കേട്ടോ. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. കുടുംബക്കാരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതല്ലാതെ നമ്മുടെ അമ്പലം വളരെ പ്രസിദ്ധി ആർജിച്ച അമ്പലമാണ്. ഒരുപാട് പേര് കേട്ട് അറിഞ്ഞൊക്കെ വരാറുണ്ട്. ഒരുപാട് പേര് ആഗ്രഹങ്ങളൊക്കെ സാധിച്ച കാര്യങ്ങളും ഒക്കെ അങ്ങനെ പറയാറുണ്ട്. ഒരുപാട് പേര് അങ്ങനെ വന്ന് പറയാറുണ്ട് കുടനിവർത്തലിന് ശേഷം അവിടെ നടക്കൽപ്പറ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് പറയൊക്കെ കൊടുത്തിരുന്നു. ഞാനും കൊടുത്തു, പിള്ളേരൊക്കെ കൊടുത്തായിരുന്നു. പക്ഷേ അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കൊടുക്കുന്ന സമയത്ത് വീഡിയോ എടുക്കാനായിട്ട് ആരും ഏൽപ്പിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അന്നദാനമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോന്നിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ വൈകുന്നേരം താലം ഉണ്ടായിരുന്നു. കോലത്തുംകടവിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നായിരുന്നു താലം ആരംഭിച്ചത്. അപ്പോൾ താലത്തിന് പോകാൻ വേണ്ടിയിട്ട് പിള്ളേരെയും കൊണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു അന്നദാനം കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ ഇവിടുന്ന് അത് കഴിഞ്ഞ് വൈകുന്നേരം ചെറിയൊരു മഴക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നു, ദൈവമേ എടുക്കാൻ പറ്റുമോ എന്നൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ ഒരു കുഴപ്പമുണ്ടായത് ദൈവത്തിൻ്റെ അനുഗ്രഹം കാരണം മഴയൊക്കെ മാറി നിന്നു നമുക്ക്. അപ്പോൾ എന്നിട്ട് വൈകുന്നേരം താലം ഉണ്ടായിരുന്നു അവിടുന്ന് അമ്പലത്തിൽ നിന്ന്. ഞാൻ പിള്ളേർ താലം എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ കൂടെ നടക്കുകയാണ് ചെയ്തത്. പിള്ളേർ പൂത്താലമാണ് എടുത്തത്. അപ്പോൾ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, നടക്കുമോ അവിടം വരെ എത്തുമോ, ഇച്ചിരി ദൂരം ഉണ്ടായിരുന്നു. പക്ഷെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. രണ്ടാളും നല്ല രീതിയിൽ അവസാനം എത്തിയപ്പോൾ ലച്ചുവിൻ്റെ കാലിൽ അവിടെ മറ്റേ കമ്പിത്തിരിയൊക്കെ കത്തിക്കണേൻ്റെ ഇത് വീണിട്ട് കാലിൽ അമ്പലത്തിൻ്റെ അടുത്ത് എത്തിയപ്പോൾ തന്നെയാണ് കാലിൽ കൊണ്ടിട്ട് അവൻ്റെ കാലൊന്ന് ചെറുതായിട്ട് പൊള്ളി. അപ്പോൾ അവൻ കരച്ചിലൊക്കെ ആയതുകൊണ്ട് അവൻ്റെ താലം വാങ്ങിച്ച് ഞാൻ പിടിച്ചിട്ടുണ്ടായിരുന്നു. അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ കുഴപ്പങ്ങളൊന്നുമില്ലാതെ താലത്തിൽ പങ്കെടുത്ത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ താലത്തിൽ പങ്കെടുക്കുന്നത്. ഇത്രയും ഇതായെങ്കിലും ഞാൻ ഇതുവരെ താലത്തിൽ അങ്ങനെ പങ്കെടുത്തിട്ടില്ല. അപ്പോൾ താലത്തിലൊക്കെ പങ്കെടുത്ത് നല്ല രീതിയിൽ താലമൊക്കെ കഴിഞ്ഞു. അവിടെ അമ്പലത്തിൽ വന്ന് കയറുകയാണ്. എന്നിട്ട് പിന്നെ നമ്മൾ താലത്തിലുണ്ടായിരുന്നതൊക്കെ നമ്മൾ ഭഗവാനെ സമർപ്പിച്ചു. എല്ലാം നല്ല രീതിയിൽ കഴിഞ്ഞു. അതിന് ശേഷം
നല്ല അടിപൊളി വെടിക്കെട്ടായിരുന്നു കേട്ടോ. വെടിക്കെട്ടെന്ന് പറഞ്ഞാൽ വർണ്ണവിസ്മയം. മാറിപ്പോയി, ചെറിയൊരു വെള്ളി വീണിട്ടാ പറഞ്ഞപ്പോൾ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. സാധാരണ ഞാൻ അവിടെ അമ്പലത്തിൽ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ച് പോരാൻ പതിവ്, ഇത് കാണാൻ നിൽക്കാറുണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ ശ്രീ വരാൻ വൈകിട്ടുണ്ടായിരുന്നു അന്ന്. അപ്പോൾ അതറിയാതായാലും അപ്പോൾ അവന്മാർക്ക് അത് കാണണമെന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് കണ്ടു. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ദൂരം ഇതായിരുന്നു, മോളിൽ പോയി പൊട്ടണത് നല്ല രസമാണ്. ഇത്രയും പ്രായമായെങ്കിലും ഇങ്ങനെ മോളിൽ പോയി പൊട്ടണ കണ്ടിങ്ങനെ നിൽക്കാൻ ഹായ് അയ്യോ എന്ത് രസം അങ്ങനെയൊക്കെ പറയാനായിട്ട് അതിപ്പോഴും ചെറിയ മനസ്സാണ്, വലിയ ശരീരം മാത്രമല്ല കേട്ടോ എനിക്ക്. പിള്ളേരുടെ മനസ്സാണ്. അതുകൊണ്ട് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിള്ളേരുടെ കുഞ്ഞുമക്കളുടെ കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. ഞങ്ങൾ മുഴുവൻ കാണാൻ നിന്നിരുന്നില്ല. മാതിരി ഞാൻ പറയില്ലേ, ലച്ചുവിൻ്റെ കാലിൽ ചെറുതായിട്ടൊന്ന് പൊള്ളിയിട്ടുണ്ടായിരുന്നു. അപ്പം ചെറുതായിട്ടല്ല, ഒരു ഇത്തിരി പൊള്ളലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ അധികം നേരം അവനെ നിൽക്കാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ 1-2 ഡാൻസ് കണ്ടതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇത് മ്യൂട്ടാക്കണുണ്ട് കേട്ടോ, വേറെ ഒന്നും കൊണ്ടല്ല. അത് മ്യൂസിക് കേട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ കോപ്പിറൈറ്റിൻ്റെ പ്രശ്നം വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്ന് മ്യൂട്ടാക്കണുണ്ടേ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഡ്രസ്സൊക്കെ നല്ല അടിപൊളിയായിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് നല്ല കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഡ്രസ്സൊക്കെ നല്ല കളർ കോമ്പിനേഷനൊക്കെ ആയിരുന്നു. ഒരുപാട് പേര് പരിപാടികളൊക്കെ കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാനായിട്ട്. നിറയെ ലൈറ്റുകളും പൂമാലകളും വിളക്കുകളും എന്ത് രസമായിരുന്നു എന്നറിയോ കാണാനായിട്ട്. പിന്നെ ആ വെടിക്കെട്ടിൻ്റെ സമയത്തൊക്കെ നല്ല രസമായിരുന്നു. ഇങ്ങനെ മുകളിൽ പോയി പൊട്ടണതും. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും കൂടി ഒത്തുചേർന്ന് ഇരുന്ന് ഡാൻസും പരിപാടികളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഉത്സവ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ വരാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, കൂടാതെ സബ്സ്ക്രൈബും ചെയ്യണം. ആരും മറക്കരുത് കേട്ടോ.